ഇന്ന് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കാം. ഇത് മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ടൊരു ആവശ്യമുള്ള മുട്ട നമുക്ക് പുഴുങ്ങിയിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു 1.5 കപ്പ് കടലമാവ്. മുട്ട എടുക്കുന്ന എത്രയാണോ അതനുസരിച്ചിട്ട് മാവ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് കടലമാവ്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയാണ്. കുറച്ച് കായപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഒരു 4-5 വെളുത്തുള്ളി. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇത് വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബജ്ജിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററൊന്ന് തയ്യാറാക്കാം. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് നമുക്ക് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. മാവ് ഒരുപാട് കട്ടിയാകരുത്, അതുപോലെ ലൂസും ആകരുത്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇനി നമുക്ക് ഈ മാവൊന്നൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ബജ്ജി പൊരിച്ച് കോരാം. അപ്പോൾ അതിനാവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഈ മുട്ടയിൽ ഇതുപോലെ ഒന്ന് മാവ് മുക്കിയിട്ട് പതിയെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ച് കോരാം. ഇങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണ നമ്മുടെ കയ്യിലേക്ക് തെറിക്കും. അപ്പോൾ പതിയെ ഇതുപോലെ ഒന്ന് സ്ലോയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒരു 2-3 ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വൈകുന്നേരം ചായ കുടി സമയത്തൊക്കെ ഇതുപോലൊരു ബജ്ജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഇതുണ്ടാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഇപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബജ്ജിയും മുട്ടയും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ച് കോരാം. അപ്പോൾ ഈ ഒരു ബജ്ജി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.